വീണ്ടും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഏതൊരു ട്രക്കിൻ്റെ വീണ്ടും ഒരു ട്രക്കിൻ്റെ ഗെയിമായിട്ടാണ് നിൽക്കുന്നത്. ട്രക്ക് സിമുലേറ്റർ അൾട്ടിമേറ്റ് കരിയർ മോഡ് എടുക്കാൻ പറ്റും. 50,000 സംതിങ് ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഓൺലൈനിൽ. പക്ഷെ ഓൺലൈനിൽ കളിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, പക്ഷെ ഓൺലൈനിൽ കളിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. മീൻസ് എന്താ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക, ജോബൊക്കെ ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക, ഇറങ്ങാനൊന്നും പറ്റില്ല. ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, അല്ലാണ്ട് എന്താ പറ്റുക, ഒന്നും പറ്റൂല. എനിക്കെന്നെ വേണ്ട. ഡെയിലി ബോണസ് 59 റിയാലോ പോയവിടുന്ന്. കാർഗോ സെൻട്രോ എന്താ, ദുഃഖാണ്ട് കവാരോ, ദുഃഖാനുണ്ട് ദോഹയ്ക്ക്, എന്താ റയാനിന്ന് ദുഃഖാനിക്ക്, റയാനിന്ന് ആഷിഹാക്കോ, മിസൈദിന്ന് ഇതൊക്കെ ഗെറ്റ് ഓഫറാ. വക്കറേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട്. മണ്ണ് ഇത് എത്ര 99 കിലോമീറ്റർ ഇത്ര ഉള്ള പറയാം. ഇതൊക്കെ ഉണ്ട് 26,018 കിലോമീറ്റർ. ഏറ്റവും കുറഞ്ഞെടുക്കാം. അതാകുമ്പോൾ 99 കിലോമീറ്റർ ഉള്ളൂ. റാൻഡോ മതി. ട്രാക്ക് സിമുലേറ്റർ അൾട്ടിമേറ്റ് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെയാണ് എൻ്റെ പേരുണ്ട്. ലോഡിങ് എനിക്കറിയാം. ഇത് ദുഃഖാൻ 1 മണിക്കൂർ നമ്മൾ ഗെയിമിന് കളിക്കണം. എനിക്കറിയാം വീഡിയോ 1 മണിക്കൂർ ആക്കേണ്ട ഒരു ഗെയിം. ഞാൻ എന്തായാലും ഓക്കെ ട്രെയിലർ കണക്ട് ചെയ്യട്ടെ. ഞാൻ ഇത് കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിമാണ്. റിവേഴ്സ് ഗിയർ പോരട്ടെ പൊറോട്ട അങ്ങനെ ഉണ്ടല്ലോ. കടച്ചായി നമ്മളിറങ്ങിയിട്ടില്ല. സാധാരണ ആക്കുക ഇതിലുള്ളതാണെങ്കിൽ ഒരു കളവനും നമ്മളിറങ്ങിയിട്ടില്ല. ഇങ്ങനെ ആക്കുക. ഇത് മിഷീനാ ഫുള്ള്. ആയിക്കോട്ടെ, സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്തല്ല. ഇതിലുള്ളവർക്ക് ഒരു മാരി സ്വഭാവമാണ്. നമുക്ക് എല്ലാം അറിയെങ്കിലും ഞാൻ സെക്യൂരിറ്റി തുറന്നിട്ടാ എനിക്ക് ആൻസറിൻ്റെ ഉണ്ട് അല്ലേ. പ്രീവിയസ് ഗിയർ നമ്പർ അറിയാത്തല്ല. ഞങ്ങളെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഞാൻ ഖത്തറിലാണ് ജീവിക്കണേ. എനിക്കിവിടുത്തെ എല്ലാ സ്ഥലവും അറിയാം. -2 ഞാൻ സ്പീഡ് കൂട്ടട്ടോ. എന്തായാലും സ്ട്രേറ്റ് റോഡാ. 120 പറ്റുള്ളൂ. 120 പോവാം. 95 കിലോമീറ്ററായി. 4ആയി. ഇത് 92. എന്താ അറിയോ, ഞാൻ അത്ര സ്പീഡിൽ ഓടണ്ട. അത്രയിൽ തന്നെയല്ലേ. അല്ല, വളവിൽ ഞാൻ സ്പീഡ് യൂസ് ചെയ്യാറില്ല. 120 പോവുകയാണെങ്കിൽ ഞാൻ വളവിൽ യൂസ് ചെയ്യില്ല. കാരണം വളവിൽ വരുമ്പോൾ വണ്ടി മറിയും. ഒന്ന് ഭ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ് വളവിൽ ചെയ്യുമ്പോൾ. 8 9ആയി. അതെങ്ങനെ 80ആയി? ഞാൻ കറക്റ്റ് വഴി തന്നെയല്ലേ പോണേ. അല്ല, എന്താണിത് കഷ്ടമില്ല. ആകെ മണമുള്ള പൂർണ്ണ മുടിയിൽ ചുടി മണിക്കുട്ടി എൻ്റെ മനസ്സിനുള്ളി പൊഞ്ചോര് പോയിസൊന്നും എടുത്തിട്ട് പോയി മോനെ കൊണ്ട് കണ്ണു നോക്കി. ഈ ട്രക്കല്ല സൈഡിൽ കണ്ട ട്രക്കാണ് അവർ ചോദിച്ചത്. ഇപ്പം കട്ട് മാറിപ്പോയത്. രാമൻകുട്ടി നേരാവണം കളിക്കും. രാമൻകുട്ടി ഇതെങ്ങനെ 89 കിലോമീറ്ററായി? ഞാൻ കളിക്കൂല കേട്ടോ. ഇതാണെങ്കിൽ ഡാമേജ്. ഇതെവിടെ നിന്നാണ് ഈ മണമുള്ളൊക്കെ വരുന്നത്? 91ആയി.
ഇത് നേരെ 99 തോന്നുന്നു. 58 കിലോമീറ്ററോ? ആ അത് 59 കിലോമീറ്റർ ഇത്ര. ഈറ്റകൾ എങ്ങടാ പോണെന്ന് എനിക്കൊരു തേങ്ങ മനസ്സിലാവണില്ല കേട്ടോ. ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കും, ഉമ്മാര് നേരെ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങൾ ആ മാപ്പ് കണ്ടാ അവിടെ നോക്കിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. എന്നെ മനസ്സിലായി, മാപ്പ് നോക്കിയിട്ടല്ല. ഇത് മാപ്പിൽ കാണിക്കില്ല ഇത് മറ്റേ ഇതൊന്നും. മാപ്പിൽ വേണമെങ്കിൽ എടുത്ത് പോയിക്കോളൂ, ഞങ്ങളൊന്നും പറഞ്ഞില്ലാണ് പറഞ്ഞ കാര്യ. അല്ല നിങ്ങടാ പോണത്. ആ സൈഡ് മിറർ ഇവിടെ നിന്ന് കാണാം. എനിക്കിപ്പോൾ അത് കണ്ടിട്ട് എന്താ കാര്യം? കിളവിനെന്താ ആരോഗ്യ. മാറ്, മുന്നിന്ന് മാറ്, പണ്ടിലോറ് വരുന്നുണ്ടേ. ഹോയ്, ഇതിന്റെ പേരെന്താ? BCMO. 44 കിലോമീറ്ററായി. ശീലം കാണിക്കണ 75. ഞാൻ പോവാൻ തുടങ്ങിയിട്ടായിരിക്കും. 1 മണിക്കൂർ അത്ര ഡെലിവറി ടൈം. ഞാൻ കത്തിച്ച് വരുന്നുണ്ട്, കത്തിച്ചിട്ട്. ഓ ഷേറ്റ്. യൂട്ടേൺ. ഫോണിന്റെ പരസ്യമോ? ഇത് ഖത്തർ തന്നെ അല്ലേ? ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെയല്ലല്ലോ. ഖത്തറല്ല തോന്നുന്നു. പയ്യണം മോനമേ, എന്നെ അങ്ങനെ എനിക്ക് പറ്റിക്കാൻ പറ്റൂലടാ. അയ്യോ തെങ്ങിട്ടാണ്, വെറുതെ ഞാൻ പറഞ്ഞതാണ്. അപ്പോഴേക്കും ഇത് 120 പോണ്ടാണ്. ഇതെങ്ങനെയാണിത്? തട്ട്. എടാ ഇതെന്താണ് നിങ്ങൾ കാണിക്കണേ? ഇവിടെ കാണിക്കണ 37, അവിടെ കാണിക്കണ 68. എന്ത് കഷ്ടാണ്. 70, 71. മരെന്ത് തേങ്ങനാണ്. മാറാങ്ങട് പാണ്ടിലോറിയാ വരണ. ചിലപ്പോ അടിച്ചിങ്ങട് കയറ്റിക്കളയും. ഞാൻ എത്രയല്ല പോണ്? 20 എന്താ സ്പീഡില്ലാത്ത വണ്ടി? ശരിക്കും 80 പോകണ്ടായിരുന്ന. ഇറക്കം വരുമ്പോ സീനായിട്ട് പോവും. പഠിച്ചോലെ കാത്തോളി. ഇതിൽ കുറേ സ്വിച്ച് ഉണ്ട്. നമുക്ക് ആകെ കൊടുത്തുകളാണെങ്കിൽ ഹോണിൻ്റെ, സ്പീഡിൻ്റെ, ബ്രേക്ക്, പിന്നെ ഗിയർ, പിന്നെ ക്യാമറ ചേഞ്ച് ഉണ്ട്. മനുഷ്യനോ ഉടനെ കാണാൻ പറ്റുന്നത്. അവൻ്റെ സ്ലീപ്പിംഗ് മീൽസ്. ഉള്ളു എൻ്റെ സ്ലീപ്പിംഗ് ബാഗ്. ഒരു തേങ്ങയില്ല അവൻ്റെ കയ്യില്. ഭാഗ്യ കട്ടുമാറാൻ്റെ 20 കിലോമീറ്ററാ. 19. അവിടെ എൻ്റെ നോക്കിൻ്റെ കാര്യമില്ല. 80. മാറങ്ങട് മാറ തപ്പമേ. ഞാനെടുക്ക. ഇവിടെ വേറൊരു സാധനത്തുണ്ട്. സംസാരിക്കല്ലോ, ചാനൽ എടുക്കല്ലേ ഗായ്സ്. അവിടെ അവള് കത്തിച്ചു വിടാം. കുറച്ച് നേരം കിട്ടില്ല. പക്ഷെ പൈസ എന്തെങ്കിലും കിട്ടാനില്ല. എന്താണ് അറിഞ്ഞപ്പോ ആരോടെ പഴക്കം പിടിച്ച? എന്താ വിശ്വ? എന്റെ അണ്ണാക്കി കൊടുക്ക് കേട്ടട അണ്ണ. എന്റെ വണ്ടി മാറടാ. എൻ്റെ എത്ര ടൈം പറയണ പാർക്കിങ്ങിൽ ഇട്ട് വെച്ചിട്ട് പൊട്ടാൻ. പോവാ സ്ഥലത്തറായ അങ്ങനെ. 7 കിലോമീറ്ററും കൂടി ഇല്ല. സൂയി 6. ഇനി ഒന്നാവാൻ പോയി.
പെട്രോൾ പമ്പ് കയറണ എനിക്ക് പമ്പിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്ത് സ്പീഡ് ഇറക്കാൻ പോവാ. 120 പോണ്ട. എന്തറിയോ ഗൈസ് കുഴപ്പം ഫുള്ള് പ്രശ്നം. ഫുൾ സ്പീഡാക്കിയ അങ്ങോട്ടും ഇങ്ങോട്ട് വളഞ്ഞു. ഇത് ശരിയാട്ടോ. പമ്പല്ലേ ഇപ്പൊ സ്ഥലം എത്തിയ 4 കിലോമീറ്റർ ഉണ്ട്. 3 മൂണമുള്ള പൂണില് കടയിൽ ചൊടി പടച്ചിട്ട് വീട്ടില് കടസുള്ളി. 1 കിലോമീറ്റർ ഉള്ളോ? തിരിച്ചെടുക്ക അവിടേക്കല്ലായിരുന്നു. കിളി പോയി. ബാഗിലെന്താ? ലോറി എന്താ? അത് ബാഗിൽ ലോറി അല്ല, നമ്മുടെ ട്രെയിലറാ. അത് മൂവി ട്രെയിലർ വരച്ചതാണല്ല. ഇതെങ്ങിട്ടാ പോണ്ട എന്തോ. വീണ്ടും 250 രൂപ കിട്ടി. ഞാൻ ഈ തള്ളനെ സെക്യൂരിറ്റി മാവാ. നേരെ ഡെലിവറിക്ക്. ഫുൾ ഡെലിവറി ആണെങ്കിൽ ഫുൾ ഡെലിവറിക്ക് പോവാ. യോടാ തിരിച്ചു പോവാനാ പോയടന്ന്. എടാ പോടുന്നേ പോ. തേങ്ങ ഇറങ്ങി പോണ. എൻ്റെ ഹോണും കൊണ്ട് ഞാൻ അവിടെ ഫുള്ള് ചേറി പിടിച്ചിരിക്കുക. എൻ്റെ അമ്മ എന്താടാ അവന്മാര് കാട്ടിയ? അത് മണമുള്ള പൂനുള്ളി മുടിയിൽ ചുടി മണിക്കുട്ടി എൻ്റെ മനസ്സുള്ളിൽ പഞ്ചാര പായസം ഉണ്ണുന്ന മാടി തട്ടി പയ്യമാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. യു ഹാവ് റീച്ച്ഡ് യുവർ ഡിസ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷനൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഡിസ്ക്രിപ്ഷൻ കേൾക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടിട്ടില്ല. വീട് സ്ഥലത്തറിയാ. ഞാൻ സ്പീഡ് ഉറക്കട്ടെ. വളവാ ഒരു വാനൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആലോചിക്കണേ ഇവന്മാർക്ക് എന്തിൻ്റെ കേടാ. നിങ്ങടെ പോണ് ചോപ്പോ എന്ത്? ഇവിടെ ആരും ഇല്ലല്ലോ. അതന്നെ ബിസ്മില്ലാ. യശോദേ അല്ല എന്താ ഇങ്ങോട്ട് പറഞ്ഞിട്ട് റിവേഴ്സ് എടുത്ത റോഡാണോ ഡെലിവറി? ശരിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര മതി വിചാരിക്കുന്നു. എനിക്കിതിൻ്റെ വഴി കണ്ടുപിടിച്ചിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നാളെ വരാം. ഇവന്മാരെന്തൊക്കെ പറയുന്നുണ്ട്.